നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമാകട്ടെ. ആലോചനയോടും പക്വതയോടും എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെ തോൽക്കാൻ അനുവദിക്കില്ല. തോറ്റു തൊപ്പിയിടേണ്ട. Q&Aയിൽ ടിൻഡു സോണി. തീരുമാനങ്ങൾ എടുക്കാൻ എന്തൊക്കെ തടസ്സങ്ങളാണ്? താല്പര്യമുള്ളത് പഠിക്കാനോ ഇഷ്ടമുള്ള ജോലിക്ക് പോകാനോ മാതാപിതാക്കൾ സമ്മതിക്കില്ല. അവരുടെ പ്ലാൻ വേറെയാണ്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അനുഭവമില്ലായ്മയോ ധിക്കാരമോ ആകും. ഇതെന്തൊരു കഷ്ടമാണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചേച്ചി? ഇറ്റ്സ് ടൈം ടു പുട്ട് ഓൺ യുവർ തിങ്കിങ് ക്യാപ്പ്. ചില കണക്കുകൾ ശരിക്കും ചിന്തിച്ചു വേണം ചെയ്യുവാനെന്ന് അധ്യാപകർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എൻ്റെ ബഡി, ജീവിതമാണ്. നന്നായി ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്തോളൂ, അല്ലെങ്കിൽ ബബ്ബ പറയേണ്ടി വരുമേ. എഡ്വേർഡ് ഡി ബോണോ തൻ്റെ പുസ്തകമായ 6 തിങ്കിങ് ഹാറ്റ്സിൽ ചിന്തകളുടെ 6 രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ, വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ, വിദഗ്ധമായും നയപരമായും ചിന്തിക്കുവാനുള്ള 6 വഴികളെക്കുറിച്ചാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു സുഹൃത്തിന് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വഴികൾ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. മാതാപിതാക്കളെയോ മറ്റുള്ളവരെയോ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല, നിങ്ങളുടെ തിരഞ്ഞെടുക്കൽ ശരിയായത് തന്നെയോ എന്ന് പരിശോധിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. 6 ഡിഫറെന്റ് കളേർഡ് ഹാറ്റ്സ് ഉപയോഗപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിച്ചാലോ? 1. വൈറ്റ് ഹാറ്റ്. താങ്കളുടെ ആഗ്രഹവും മാതാപിതാക്കളുടെ എതിർപ്പുമാണല്ലോ വിഷയം. നിങ്ങളുടെ തീരുമാനം, അതെടുക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യം, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ അതിന് ഏറ്റവും യോഗ്യതയുള്ള ആളായത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത വരുത്താൻ കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടേക്കും. സമാനമായ തീരുമാനങ്ങളിലൂടെയോ കടന്നുപോയി വിജയിച്ചവരുമായോ വ്യക്തത തരാൻ കഴിയുന്ന ആളുകളുമായോ നടത്തിയ ചർച്ചയിൽ നിന്നോ മറ്റോ ആണ് ഇത് ഉരുത്തിരിയേണ്ടത്. 2. യെല്ലോ ഹാറ്റ്. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാ പോസിറ്റീവും ചിന്തിക്കാം. പ്രയാസങ്ങളുണ്ടായാലും ഏറ്റവും ശക്തമായ നിങ്ങളുടെ ആഗ്രഹവും പ്രയത്നവും നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും എന്ന ശുഭാപ്തി വിശ്വാസവും മറ്റും മുതിർന്നവരെ ധരിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന തിങ്കിങ് സ്ട്രാറ്റജിയാണിത്. 3. ബ്ലാക്ക് ഹാറ്റ്. നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിൽ ഉണ്ടാക്കാവുന്ന എല്ലാ വിഷമഘട്ടങ്ങളും ചിന്തിക്കാം. ഇങ്ങനെ മുൻകൂട്ടി ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുന്നത് പരിമിതികളെ അതിജീവിക്കാനുള്ള കഴിവും മാനസിക സമ്മർദ്ദം കുറച്ച് മുന്നേറാനുള്ള കരുത്തും നൽകും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധം മാതാപിതാക്കൾക്ക് നിങ്ങളുടെ തീരുമാനം വെറും ആവേശമല്ല എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരിക്കും. 4. റെഡ് ഹാറ്റ്. നിങ്ങളുടെ ഫീലിംഗ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ചിന്താരീതി. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പിന്നിലുള്ള നിങ്ങളുടെ ചേതോവികാരവും നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആശങ്കകളും ഫീലിംഗ്സും പരിഗണിക്കാനും നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നവും അതിലെന്തെങ്കിലും കാര്യവും ഉണ്ടോ എന്ന് ചിന്തിക്കാനും റെഡ് ഹാറ്റ് സഹായിക്കും. 5. ഗ്രീൻ ഹാറ്റ്. ക്രിയേറ്റീവായ ഹാറ്റാണ് ഗ്രീൻ ഹാറ്റ്. നിങ്ങളുടെ തീരുമാനത്തിന് ബദലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിലെത്തിച്ചേക്കാനായി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ക്രിയേറ്റീവായ വഴികളും നിങ്ങളുടെ അതിനോടുള്ള ഇഷ്ടവും അത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ആത്മവിശ്വാസവും ഇവയൊക്കെ മുതിർന്നവരോട് സംസാരിക്കാം. ഇനി മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളോടും ആഗ്രഹങ്ങളോടും ചേർത്ത് വെച്ച് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ചിന്തയേക്കാൾ ശ്രേഷ്ഠമായതെങ്കിൽ മാതാപിതാക്കളുടെ നിർദ്ദേശം സ്വീകരിക്കാനുമുള്ള തുറവിയും കൂടി ഗ്രീൻ ഹാറ്റിൽ ഉൾപ്പെടും കേട്ടോ. 6. ബ്ലൂ ഹാറ്റ്. ബ്ലൂ ഹാറ്റ് ബാക്കിയുള്ള എല്ലാ ഹാറ്റുകളെയും അവലോകനം ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഓരോ ഹാറ്റ് തിങ്കിങ്ങിലും കൃത്യമായ ചിന്തകൾ നടന്നോ, മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടോ, അതോ അവരാണോ ശരി, ഈ ഒരു തിങ്കിങ് പ്രോസസ്സ് ശരിയായതിലേക്ക് മാറ്റി ചിന്തിക്കാനോ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനോ സഹായിക്കും. നാട്ടിലെല്ലാവരും തൊപ്പി വെച്ചല്ലേ തീരുമാനമെടുക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? തൊപ്പി വെക്കണമെന്ന് നിർബന്ധമില്ല. സമഗ്രമായി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ ദൈവത്തെ കൂട്ടുപിടിക്കാൻ മറക്കണ്ട. നിങ്ങൾ തോറ്റു തൊപ്പിയിടില്ല, തീർച്ച.